ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ റൂട്ട് സ്റ്റോറി. ഞാൻ മോഹസിൻ നൗഷാദ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കണ്ടില്ലേ, എൻ്റെ കയ്യിലുള്ള ഡെൻഡ്രോബിയത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പ്ലാന്റ് ആട്ടോ ഇത്. ഇത്രയും സൈസ് ഉണ്ട് ഈ പ്ലാന്റിന്, കണ്ടില്ലേ, നല്ല വലിയ പ്ലാന്റാണ്. കൂടാതെ അതിൽ തന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. ഇത് ട്വിസ്റ്റഡ് വെറൈറ്റീസിൽ വരുന്ന ഡെൻഡ്രോബിയം സീസർ വരാവൽ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആട്ടോ. കിടിലൻ വെറൈറ്റിയാണ്. എപ്പോഴും ഗാർഡനിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്ലവേഴ്സ് തന്നെ വെറൈറ്റിയാണ്. അതോടൊപ്പം തന്നെ നല്ല വലിയ പ്ലാന്റ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ. ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്ന പോട്ട് കണ്ടോ, കംപ്ലീറ്റ്ലി ബ്രേക്കായി ഫുൾ പൊട്ടി, നമ്മൾ ജസ്റ്റ് തൊടുമ്പോഴേ പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു വലിയ പ്ലാന്റിനെ ഈ ഒരു പോട്ടിൽ നിന്ന് മാറ്റി വേറൊരു പോട്ടിലോട്ട് റീപ്പോർട്ട് ചെയ്ത് വെക്കുന്നത് കാണിക്കുന്നത് കേട്ടോ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റീപ്പോർട്ട് ചെയ്യണമെന്ന്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓർക്കിഡ് പ്ലാന്റ്സ് ഓർക്കിഡിന് അടിപൊളി പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇപ്പം പുതിയ വെറൈറ്റീസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. വേണ്ടവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും, കൊറിയർ ത്രൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഈ വെറൈറ്റി ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ നന്നായിട്ട്. ഇതാണ് സ്വീസോ വരാവൻ എന്ന് പറയുന്ന വെറൈറ്റി. ട്വിസ്റ്റഡ് വെറൈറ്റീസ് ആണ്. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും ഗാർഡനിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു കിടിലൻ വെറൈറ്റി. അതും വലിയ ലോങ് സ്പൈക്കിൽ ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് അറ്റ് എ ടൈം തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി. കാണാനും വളരെ അട്രാക്റ്റീവ് ആട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ്. കണ്ടില്ലേ, അടുത്ത സ്പൈക്ക് വരുന്നുണ്ടല്ലേ. ഇപ്പോൾ തന്നെ സ്റ്റിൽ 3 സ്പൈക്ക് ഉണ്ട്, എന്നിട്ട് വീണ്ടും സ്പൈക്ക് വരുന്നു. അതോടൊപ്പം തന്നെ ഇതൊക്കെ ഫ്ലവർ വന്ന് പോയ സ്പൈക്കുകളാട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ പ്ലാന്റ് ആണിത്. നല്ല എൻ്റെ കയ്യിൽ അത്യാവശ്യം പഴക്കമുള്ള ഒരു വലിയ പ്ലാന്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ പോട്ട് കംപ്ലീറ്റ് പൊട്ടി പോയി. അത്യാവശ്യം നല്ല ഏജുള്ള പ്ലാന്റാണിത്. വളരെ ചെറിയ പ്ലാന്റ് സീഡ്ലിംഗ് വാങ്ങി വളർത്തിയ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതിന് നമുക്ക് ജസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പോട്ടിൽ നിന്ന് മാറ്റി ജസ്റ്റ് അതേപോലത്തെ ഒരു ബ്ലാക്ക് പോട്ടിലേക്ക് സെറ്റ് ചെയ്യുന്നത്, അത്രേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫുൾ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെയൊന്നും മാറ്റുന്നില്ല. ഇത് അതുപോലെ തന്നെ മാറ്റി ഈ ഒരു പോട്ടിൽ സെറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇപ്പോഴേ തന്നെ സ്പ്ലിറ്റ് ചെയ്താൽ ഇതിൽ ഒരുപാട് ഫ്ലവർ സ്പൈക്ക് നിൽക്കും. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ പെട്ടെന്ന് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഇതുപോലത്തെ ട്വിസ്റ്റഡ് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിന് സ്റ്റോക്ക് ഉണ്ട്. അടിപൊളി വെറൈറ്റീസാണ്. ഞാൻ എന്തായാലും വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. അപ്പം വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ നമ്മൾ കൊറിയർ ത്രൂ അയച്ചു തരുന്നതായിരിക്കും. നല്ല അടിപൊളി പ്ലാന്റ്സ് ആയിരിക്കും, വിത്ത് ഫ്ലവർ ഉൾപ്പെടെ ആയിരിക്കും അയച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നല്ല ലോങ് ആട്ടോ. അപ്പോൾ ഇതുപോലത്തെ ട്വിസ്റ്റഡ് വെറൈറ്റീസ് അല്ലെങ്കിൽ ഇതുപോലത്തെ സീസർ വെറൈറ്റീസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ലോങ് ആയിട്ടാണ് അതിൻ്റെ പ്ലാന്റ്സ് വളരുന്നത്. അത് കാണാൻ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് സിമൻറ്റ് പോട്ടിലൊക്കെ വേണമെങ്കിൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാം. കാണാനും കുറച്ച് ഭംഗിയായിരിക്കും കേട്ടോ. പക്ഷേ ഡയറക്റ്റ് വെക്കുമ്പോൾ ഒച്ചിൻ്റെ ശല്യം കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു പോട്ട് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നേരം പ്ലാന്റ് വെള്ളത്തിയിട്ടിരിക്കുകയായിരുന്നു, പ്ലാന്റിൻ്റെ ചുവട്. അപ്പം പോട്ട് കംപ്ലീറ്റ് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്കിത് പൊട്ടിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ. അധികം റൂട്ട്സ് ഒന്നും ഡാമേജ് ആവാത്ത രീതി വേണം പൊട്ടിച്ചെടുക്കാനും. എന്ന് വെച്ചാൽ ഫ്ലവേഴ്സ് നിൽക്കുന്നുണ്ട്, റൂട്ട്സൊക്കെ ഡാമേജ് കഴിഞ്ഞാൽ ഫ്ലവേഴ്സൊക്കെ പെട്ടെന്ന് കൊഴിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കിത് ബ്രേക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, കംപ്ലീറ്റ് ആയിട്ട് ഇളക്കിയെടുത്ത് അതേപോലെ വന്ന് ഒരുപാട് നല്ല റൂട്ട്സാണ്. അപ്പം ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യം ഇതിൻ്റെ അകത്ത് വരുന്നില്ല. നമ്മൾ ഇതേപോലെ തന്നെയാണ് മറ്റൊരു പോട്ടിൽ സെറ്റ് ചെയ്യുന്നത്. അതിനെന്തോ ഒരു കാര്യം മാത്രം ചെയ്യും. കണ്ടില്ലേ, ഒരുപാട് നല്ല റൂട്ട്സ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് പോട്ട് മിക്സ് എന്ന് വെച്ചാൽ കൂടുതലും കരിയും ഓടുമാണ് ഞാൻ ഇട്ടേക്കുന്നത്. കരിക്കട്ടയും ഓടുമാണ് ഇതിന് പോട്ട് മിക്സ്. പിന്നെ കൊക്കോ ചിപ്സും കുറച്ച് അത് മുകളിലാണ് ഇട്ടിരിക്കുന്നത്, കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇതേപോലത്തെ പോട്ട് മിക്സ് സെറ്റ് ആക്കുകയാണെങ്കിൽ പ്ലാന്റ് അധികം ഇൻഫെക്ഷനോ കംപ്ലയിൻസോ ഒന്നും വരാത്തൊരു പ്ലാന്റായത്. ഒരു പ്രോബ്ലം വരത്തില്ല. പ്ലാന്റ് എപ്പോഴും ഹെൽത്തി ആയിരിക്കും. വളരെ കുറച്ച് കൊക്കോ ചിപ്സും കൂടുതൽ കരിയും ഓടും ഇട്ട് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് ഉള്ള കാലം മുഴുവനും നല്ല രീതിക്ക് വളരുകയും ചെയ്യും, നന്നായിട്ട് ഇതുപോലെ ഫ്ലവർ ചെയ്യുകയും ചെയ്യാനുള്ള ഒരു പ്ലാന്റാണിത്. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് നമ്മൾ ഓർക്കിഡ് പ്ലാന്റ്സിന് പോട്ട് മിക്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ചൂട് കാലമല്ലേ, അപ്പം വേണമെങ്കിൽ കുറച്ച് കൊക്കോ ചിപ്സൊക്കെ മുകളിലിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പ്ലാന്റ്സിന് കുറച്ചും കൂടെ ഹ്യൂമിഡിറ്റി കിട്ടാനായിട്ട്. മഴക്കാലത്താണെങ്കിൽ നമ്മൾ ഈ കൊക്കോ ചിപ്സൊക്കെ എടുത്തങ്ങ് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതിനെ പുതിയൊരു പോട്ടിലേക്ക് വെച്ച് സെറ്റ്. അപ്പം പുതിയൊരു പോട്ടിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബക്കറ്റിൽ കുറച്ച് സാഫ് ഫംഗിസൈഡ് കലക്കിയെടുത്ത വെള്ളമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പ്ലാന്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ ഈ പോട്ട് മിക്സ് ഒന്നും റിമൂവ് ആക്കുന്നില്ല, അതേപോലെയാണ്. ഇതുപോലെ ഇരിക്കുന്ന പ്ലാന്റ്സൊക്കെ ഇങ്ങനെ ചെയ്ത് പ്ലാന്റ് ചെയ്താലും പ്ലാന്റ് അടിപൊളിയായിട്ട് വളരും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മുക്കി കുറച്ച് നേരം വെച്ച് കൊടുക്കാം. ദെൻ നമ്മൾ മുക്കി ഒരു 10 മിനിറ്റ് വെച്ച് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വെറ്റായിട്ടുണ്ട് പ്ലാന്റ്സൊക്കെ. നമുക്കിനി ഇതേപോലത്തെ പോട്ടിൽ, ഹോൾസുള്ള പോട്ടിൽ തന്നെയാണ് സെറ്റ് ആക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ടെറാക്കോട്ട ബോട്ടിൽ സെറ്റ് ചെയ്താൽ കാണാൻ വളരെ ലുക്കായിരിക്കും. പക്ഷേ എനിക്ക് ആ പോട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്ലാസ്റ്റിക് പോട്ടിൽ തന്നെ വെക്കുകയാണ്. നമുക്ക് പിന്നെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ അങ്ങ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ അങ്ങ് പ്ലാന്റ് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ,
പതുക്കെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് ഫിക്സ് ആയി ഇരുന്നോളാം. നമ്മൾ പോട്ട് മിക്സ് മാറ്റാത്തതുകൊണ്ട് പ്ലാന്റ് ഓൾറെഡി ഫിക്സ് ആണ്. അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ സെറ്റാക്കി അടിപൊളിയായിട്ട് ഇത് പോട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ പ്ലാന്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, പോട്ട് പൊട്ടിയ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ പതുക്കെ മാറ്റി കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്ലവർ ചെയ്യും, അടിപൊളിയായിട്ട് വളരുകയും ചെയ്യും. വേറെ പ്രത്യേകിച്ച് പ്ലാന്റ്സിനൊരു പ്രോബ്ലം വരുന്നില്ല കേട്ടോ. അപ്പോൾ കിടിലനായിട്ട് പോട്ട് സെറ്റ് ചെയ്ത് വെച്ച പ്ലേസിൽ വെയിൽ കിട്ടുന്ന ഏരിയയിലാണെങ്കിൽ അവിടെ തന്നെ നമുക്ക് പ്ലാന്റ് അടിപൊളിയായിട്ട് വീണ്ടും വളരുകയും ചെയ്യും, വീണ്ടും ഫ്രീക്വൻ്റ് ആയിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.